ഞാൻ റോബിൻ റാഫേല് അങ്കമാലിയിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടാതെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ ഇനം തട്ടിപ്പിനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോളേജുകളും സ്കൂളുകളും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ അടയ്ക്കുന്ന സമയമാണ്. ഇവർക്ക് പല രീതിയിലുള്ള കാശിന്റെ ചെലവുകളുണ്ട്. അത് മാത്രമല്ല, മയക്കുമരുന്നും മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ പൈസ കിട്ടില്ല പിള്ളേർക്കൊക്കെ. അപ്പോ അങ്ങനെയും പൈസയുടെ ആവശ്യമുള്ളവരുണ്ട്. ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ പുതിയ ഇനം തട്ടിപ്പാണ്. ജസ്റ്റ് നമ്മുടെ ഷോപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ റോഡ് വെക്കിലോ ആളുകളെ വന്നിട്ട്, ചേട്ടാ വണ്ടിയുടെ പെട്രോൾ തീർന്നുപോയി, ഒരു 10 രൂപ തരും. ചേച്ചി ഒരു 10 രൂപ ചേച്ചി, എന്റെ വണ്ടിയുടെ പെട്രോൾ തീർന്നുപോയി. അപ്പൊ നമ്മൾ വേഗം 10 രൂപ കൊടുക്കും. ഒരു 10, 20, 25 പേരെ വേഗം 10 രൂപ വെച്ച് വാങ്ങിച്ച് അവൻ അവിടെ നിന്ന് സ്കൂട്ടാവും. അടുത്ത ജംഗ്ഷനിൽ പോവും, സെയിം തന്നെ. അടുത്ത ജംഗ്ഷനിൽ പോവും. അങ്ങനെ പല മേഖലയിൽ നിന്ന് പിടിപിടിയുന്ന കുറച്ച് പൈസ സ്വരൂപിക്കും. എല്ലാവരും 10 എന്ന് പറയുമ്പോൾ വേഗം കൊടുക്കും. 100 ചോദിച്ചാൽ കൊടുക്കില്ല, പക്ഷെ 10 ചോദിച്ചാൽ കൊടുക്കും. അത് നല്ല വെൽ ഡ്രസ്സിലാണ് വന്നേനെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് മാത്രമല്ല, ഇത് ഒരാളല്ല, ഒരു ഗ്രൂപ്പ് 5-6 പേര് കൂടിയായിരിക്കും വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തട്ടിപ്പ് വളരെ വലുതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സെൻസിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 8ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് വരെ മൊബൈലുണ്ട്. ഗൂഗിൾ പേ അടക്കം അത്യാധുനിക തരത്തിലുള്ള കാശ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡൊക്കെ ഉള്ളവരാണ്. ഇവർക്ക് 1 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് അവരുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഇല്ല എന്ന് പറയുന്നത് സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും 1 രൂപ അങ്ങനെ വന്നാൽ കൊടുക്കരുത്. അവന്റെ അടുത്ത് ഫോൺ ഉണ്ടാവും, ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാം. ആ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് അവിടെ കാശിടാൻ പറയാം. അതും അപകടമാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു സഹായം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്കിൽ പോലും 1 രൂപ പോലും നമ്മൾ അങ്ങനെ വെറുതെ കൊടുക്കരുത്. നമ്മൾ പണിയെടുത്ത കാശ് വെറുതെ കൊടുത്ത് മറ്റുള്ളവരെ ചീത്തയാക്കരുത് എന്നുള്ള എളിയ അഭ്യർത്ഥനയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കി മുമ്പിലേക്ക് പോകാൻ നിങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തട്ടിപ്പിലേക്ക് വീഴാനായിട്ട് ഇടയാകരുത്. ഇതുപോലുള്ള അത് മാത്രമല്ല, അതുകൊണ്ട് ഉപദ്രവം എന്താ? നമ്മൾ അവരെ നശിപ്പിക്കുക, നമ്മൾ നശിപ്പിക്കാൻ കാശ് കൊടുക്കുക. നിങ്ങൾ പണിയെടുത്ത കാശ് എന്തിനാ മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്? അത് വേണോ? ഓക്കെ. അപ്പൊ ഇതെല്ലാവരും നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. വെരി താങ്ക് യു.